ജൂൺ 9 മുതൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പുകളുടെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായി തുടരുന്ന തൃശൂരിൽ നിന്നുള്ള ലോക്സഭാംഗവും കേരളത്തിൽ നിന്നുള്ള BJPയുടെ ആദ്യ ലോക്സഭാംഗവും 2016 മുതൽ 21 വരെ രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗവുമാണ് സുരേഷ് ഗോപി. 2014 BJPയിൽ ചേർന്നതോടെയാണ് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. 2011 മുതൽ രാഷ്ട്രീയ രംഗത്തുണ്ടെങ്കിലും ഏതെങ്കിലും പ്രത്യേക പാർട്ടിയോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നില്ല. ഒരു കാലത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ലീഡർ K. കരുണാകരന്റെ അനുഭാവിയായിരുന്നു. എന്നാൽ രാഷ്ട്രീയം തന്റെ സിനിമാ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടെന്ന പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി. തന്റെ സിനിമകൾക്ക് അർഹമായ അംഗീകാരം കിട്ടാതെ പോയതിന് കാരണം തന്റെ രാഷ്ട്രീയമാണെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 1997 പുറത്തിറങ്ങിയ കളിയാട്ടം സിനിമയിലെ പ്രകടനത്തിന് ദേശീയ പുരസ്കാരം സ്വീകരിക്കാൻ 98 ഡൽഹിയിൽ എത്തുന്നത്. പിന്നീട് 2000 നിർമ്മാണ വിഭാഗത്തിൽ ജലമർമരം എന്ന സിനിമയ്ക്ക് നിർമ്മാതാവിന്റെ പുരസ്കാരം സ്വീകരിക്കാനും ഡൽഹിയിൽ പോയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നു. പിന്നീട് മുന്നോട്ട് വരുമ്പോൾ എന്താണ് പ്രശ്നമായതെന്ന് അറിയില്ലെന്നും എന്നാൽ തന്റെ രാഷ്ട്രീയം വലിയ പ്രശ്നമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ 2014 മാർച്ച് 5 അപ്പോത്തിക്കിരിയുടെ സെറ്റിൽ നിന്നും ഷൂട്ടിംഗ് നിർത്തിവെച്ച് നരേന്ദ്രമോദിയെ കാണാൻ അദ്ദേഹത്തിന്റെ കൂടെ കോയമ്പത്തൂരിൽ നിന്നും ഫ്ലൈറ്റ് കയറി അഹമ്മദാബാദിന് പോയി. അതിനുശേഷം സിനിമയിലെ തന്റെ തലവരയിലെ തിളക്കത്തിന് ഒരുപാട് വിഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്നും സുരേഷ് ഗോപി പറയുകയാണ്. കേരളത്തിലെ കടമ്പ കടന്ന് പലതും ഡൽഹിയിൽ എത്തിയിട്ടില്ല. ഇന്ന് അവാർഡ് നൽകപ്പെടുന്ന സിനിമകളുടെ ഫാക്ടറികൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ അതിനെയൊന്നും ചോദ്യം ചെയ്യാത്ത സ്വഭാവമുള്ള സവിശേഷതയുള്ള സിനിമകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൽ സുരേഷ് ഗോപിക്ക് ഒരു പരിഗണനയും വേണ്ട, ഇനി അങ്ങോട്ടും വേണ്ട. എന്നാൽ സ്വീകരിക്കും, അത് ദേശത്തിന്റെ അവകാശമാണ്, ഞാനതിനെ ചോദ്യം ചെയ്യില്ല എന്നാണ് മനോരമ ന്യൂസ് മേക്കർ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പരാമർശിച്ചത്. നടൻ ബിജു മേനോന് ചിലപ്പോൾ അഭിനയത്തിനുള്ള അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ എന്റെ രാഷ്ട്രീയം അതിനെല്ലാം ഒരു തടസ്സമായി. കേരളത്തിൽ നിന്നും അത് കടത്തിവിടാത്ത ജൂറിയിലെ 2 പേരെ തനിക്ക് അറിയാമെന്നും പദവി ഉപയോഗിച്ചുകൊണ്ടല്ല ഒരു നടനായി അഭ്യർത്ഥിച്ചിട്ടും ഫലം ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കേന്ദ്ര ജൂറിയെ കാണിക്കാൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന് IMB സെക്രട്ടറിയോട് വരെ അപേക്ഷിച്ചു. എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം വന്ന മറുപടി ഇങ്ങനെയായിരുന്നു: നിങ്ങൾ യൂണിയൻ മിനിസ്റ്റർ ആയതുകൊണ്ടും ആ സിനിമയുടെ ഭാഗമായതുകൊണ്ടും ഈ അപേക്ഷ പരിഗണിക്കില്ല. പക്ഷെ ഇതെല്ലാം ഒരുപക്ഷെ ഡൽഹിയിൽ വന്ന പുരസ്കാരം നേടാനുള്ള അവസരങ്ങളായിരുന്നു. ഇതൊക്കെ ജൂറിയിലെ അംഗങ്ങൾ ഓർക്കണമെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പത്മ പുരസ്കാരത്തിന് വേണ്ടി ഇന്ന് വരെ അപേക്ഷിച്ചിട്ടില്ല. ആരൊക്കെ എത്ര തവണ അപേക്ഷിച്ചുവെന്നതും ആരെക്കൊണ്ടൊക്കെ റെക്കമെൻഡ് ചെയ്തുവെന്നതും വ്യക്തമായി അറിയാമെന്നും റെക്കമെൻഡ് ചെയ്തവരുടെ കൂട്ടത്തിൽ എന്റെ പേര് നിരവധി തവണ ഉണ്ടാകുമെന്നും എന്നാൽ ഇന്ന് വരെ അപേക്ഷിച്ചിട്ടില്ല എന്നും ഇനി അപേക്ഷിക്കുകയില്ലേ എന്നും ചുവന്ന പട്ടിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന് കിടത്തുമ്പോൾ ഗൺ സല്യൂട്ട് തന്ന യാത്രയയപ്പ് നടത്താൻ ആ ഭാരത് അവാർഡ് മാത്രം മതിയെന്നും സുരേഷ് ഗോപി പറയുന്നു.